പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയൊക്കെ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പൊള്ളി ഇളകുക എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മളൊരു തുള്ളി നനയാത്ത ഭിത്തികളിൽ പോലും ഇങ്ങനെ പൊള്ളി ഇളകി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ സ്വന്തമായിട്ട് നമ്മുടെ സൈറ്റിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോ രൂപത്തിൽ കാണിക്കുന്നത്. അപ്പം അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് രൂപത്തിൽ എന്ന് പറഞ്ഞു തന്നാൽ നമ്മളത് തിരുത്തുന്നതായിരിക്കും. കാരണം ഞാനിത് ചെയ്തിട്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് നല്ല പൂർണ്ണമായ ബോധ്യം ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു പുട്ടി ബ്ലേഡ് എടുക്കുക. അതിപ്പം ചെറുതോ വലുതോ അതോ ഓരോരുത്തരുടെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ പൊള്ളി ഇളകി നിൽക്കുന്നതെല്ലാം നല്ലതുപോലെ അങ്ങ് കുത്തിക്കളയണം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു റൂമിൻ്റെ ഒരു ഹാളിൻ്റെ ഭിത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെടുക്കാനുള്ള മെയിനായൊരു കാര്യം, ഇത് മറുസൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ബാത്റൂം സൈഡാണ്. അപ്പോൾ നല്ലതുപോലെ നനവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്നിത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിരണ്ടൊന്ന് കണ്ടിട്ട് നമ്മുടെ പുത്രാപ്പയും ഈ പണി തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബ്ലേഡ് ഇട്ടാൽ ചിരണ്ടെന്നെങ്കിൽ അവൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കളിപ്പാട്ടുണ്ട്, പുള്ളി അതിട്ടാണ് ഈ ചിരണ്ടുന്നത് കേട്ടോ. അപ്പം നമ്മളിതിനെ ശ്രദ്ധിക്കേണ്ട, ഇതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നുള്ളൂ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു പൊടി ബ്രഷോ എല്ലാം എടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ പൊടി മൊത്തം തൂത്ത് കളയണം. ഒരു ശകലം പോലും പൊടി ഇതിനകത്ത് ഇരിക്കരുത്. കാരണം പൊടി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ അടുത്ത് ചെയ്യുമ്പം വീണ്ടും ഇതൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊടി മൊത്തത്തിൽ നല്ലതുപോലെ തൂത്ത് കളയുക. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇതിങ്ങനെ വരാനെ കൊണ്ട് മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വരാനുള്ള ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ഇത് വരാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്ന പാറപ്പൊടി അല്ലെങ്കിൽ വീസാൻ്റെ എംസാൻ്റെ ഇതാണ് മെയിനായിട്ട് ഈ ഒരു പ്രശ്നം വരാനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ പൊടിയെല്ലാം തൂത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്യൂക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ട്യൂക്ക ഇതിപ്പോൾ ഞാൻ വെള്ള കളറാണ് നിങ്ങളെ കാണിക്കുന്നത്, പക്ഷേ ഞാൻ അടിക്കുന്നത് വെള്ളയല്ല, ഗ്രേ അടിക്കുന്നത്. ഇപ്പം വെള്ള കളർ ഞാൻ എടുത്തതേ ഉള്ളൂ. ഇത് ബ്രജറിൻ്റെ ആണ്. ഒരു കാരണവശാലും ആരും കൈയിട്ടത് ഇളക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ കേട്ടോ, ഈ വെള്ള കളർ. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യേണ്ട ഒരു 4 ഒരു പാട്ട എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം പൊടി നമ്മൾ ഇടുക. ഇട്ടിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മളൊരു ഓയിലുണ്ട് ഇതിൻ്റെ, അപ്പം അത് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഇളക്കല് ഒരു കമ്പ് പോലെ എടുത്തിട്ട് നമ്മൾ നല്ലതൊരു ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ അടിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മൊത്തം ഇപ്പം ട്യൂക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുവരെ ഈ പൊള്ളി ഇളകുന്നിടത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല, അവർ ട്യൂക്ക അടിക്കുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പുട്ടി ഇടാത്ത ഭിത്തിയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആ വൃത്തിയോടൊന്ന് മാറാൻ വേണ്ടി നൈസായിട്ടൊരു പുട്ടി വലിച്ചിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പ്രൈമറൊക്കെ അടിച്ച് കളറങ്ങ് ഒഴിച്ചു പോകുന്നു. ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഹാളിനകത്തൊക്കെ, അതായത് ബാത്റൂം സൈഡിൽ നമ്മുടെ മുറിക്കകത്താണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതിൻ്റെ പുറത്ത് ഡാം ഷോപ്പ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്യൂക്ക അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ പുട്ടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വെളി സൈഡിലാണ്, അതായത് വെളിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ മാത്രം നമ്മൾ ഡാം ഷോപ്പ് അടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന വെള്ളം അതോ നനയുവാണെങ്കിൽ അത് ഈ ഡാം സ്റ്റോപ്പ് അടിക്കുന്ന കൂടി അതേ തട്ടി നമ്മൾ ഒരു കാരണവശാലും ഈർപ്പം പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വെളിയിൽ സൈഡിലാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. നമ്മളിത് ട്യൂക്കെ അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പുട്ടി ലെവൽ ചെയ്ത് അടിച്ചാൽ മാത്രം മതി. അതിൻ്റെ പുറത്ത് ഡാം സ്റ്റോപ്പ് അടിക്കണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാനിത് വെളിയിലത്തെ കാര്യം ഇപ്പം ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മളാണെങ്കിൽ ട്യൂക്കെ അടിക്കുമായിരുന്നു. അത് നമ്മൾ ടൈലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട്, പുതിയ വീടിൻ്റെയൊക്കെ ടൈലൊക്കെ ഇടുന്നതിന് മുമ്പ് ബാത്റൂമിനകത്തൊക്കെ നമ്മൾ ഈ ട്യൂക്കെ അടിച്ചിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്കാണ് പിന്നെ നമ്മൾ ടൈലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു കാരണവശാലും ഈർപ്പം വെളിയിലോട്ട് തട്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ 2 കൊട്ട് ഡാം സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പുട്ടിയാണ് എടുക്കുന്നത്. അതും ബെർജറിൻ്റെ പുട്ടി തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ നമ്മൾ തേക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആറ്റുമണലായിരുന്നു. അപ്പം ഈ ആറ്റുമണലിട്ട് തേച്ച വീടിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട തെങ്ങ് ഞാൻ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് ഇപ്പം പുതിയ വീടുകളൊക്കെ പണിയുന്ന മിക്ക വീടുകളും 100-ഒരു 90% വീടുകൾ ഇതുപോലെയാണ് സംഭവിക്കുന്നത്. നമ്മൾ വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇതാണ് കാണുന്നത്. വൈറ്റ് സിമെൻ്റൊക്കെ പാടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു കാര്യം കൂടെ മനസ്സിലാകും. ഒരുമാതിരിപ്പെട്ട കംപ്ലയിൻറ്റ് മൊത്തം വരുന്നത് ഈ നമ്മുടെ ഈ ജനൽപ്പടിയുടെ താഴെയുള്ള സംഭവത്താണ് വരുന്നത്. ഈ മണ്ടയ്ക്കൊക്കെ വരുന്നത് അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പം മൊത്തം ഒരുമാതിരിപ്പെട്ട സംഭവങ്ങൾ മൊത്തം താഴെയാണ് വരുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പുതിയ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജനലിൻ്റെ താഴെ സൈഡിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതായത് ഒന്നെങ്കിൽ ഡാം സ്റ്റോപ്പ് അങ്ങനെയുള്ള നല്ല സംഭവം വാങ്ങിച്ചിട്ട് ഈ ജനലിന് താഴോട്ട് ചുറ്റിനും നമ്മളൊരു വട്ടം അങ്ങ് അടിച്ചിട്ടേക്കണം. അപ്പം പുട്ടി ഇടാനാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സാധാ പുട്ടി വാങ്ങിച്ച് നനവുള്ളിടത്തിടരുത്. വാട്ടർ പ്രൂഫ് പുട്ടി തന്നെ വാങ്ങിച്ചിടുക. അല്ലെങ്കിൽ പണി കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ മഴയൊക്കെ നനഞ്ഞ് ഇളകിപ്പോകാനെ കൊണ്ട് ചാൻസ് കൂടുതലല്ല, ഇളകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാ പുട്ടി വാങ്ങിച്ച് ആരും ഇടരുത്. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്ത് 2 കൊട്ട് നമ്മൾ ഡാം സ്റ്റോപ്പ് അടിച്ചതിൻ്റെ പുറത്ത് നമ്മൾ 2 കൊട്ട് പുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടി ഇട്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ എല്ലാം പേപ്പറെല്ലാം പിടിച്ചെല്ലാം സെറ്റാക്കി പൊടിയെല്ലാം തൂത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പ്രൈമർ അടിക്കുക. അടുത്തത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പുട്ടി ഇട്ട ശേഷം നമ്മൾ നല്ലതുപോലെ പേപ്പർ പിടിച്ചിട്ട് പൊടി നല്ലതുപോലെ തൂത്ത് കളയണം. ഒരു ശകലം പോലും പൊടിയുടെ ഒരു മയം അതിനകത്ത് ഇരിക്കരുത്. പൊടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് പണി കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ടും പൊടി നല്ലതുപോലെ തൂത്ത് കളഞ്ഞ ശേഷം മാത്രം പ്രൈമർ അടിക്കുക. അപ്പോൾ ഈ പ്രൈമർ അടിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ 2 കൊട്ട് കളർ അടിക്കുന്നു. ഇത്രയേ
ഇത്രയേ ഉള്ളൂ. ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഇതുവരെ പൊള്ളി ഇളകുന്നത് നമ്മൾ കാണുവാണെങ്കിൽ ഒരു പുട്ടിവിള എടുക്കുന്നു, നമ്മൾ ആദ്യം ചിരണ്ടി കളയുന്നു, അതിൻ്റെ പുറത്തോട്ട് നമ്മൾ 2K അടിക്കുന്നു, അതിൻ്റെ പുറത്ത് നമ്മൾ ഡാം സ്റ്റോപ്പ് അടിക്കുന്നു, അതിൻ്റെ പുറത്ത് 1 കോട്ട് പുട്ടി അല്ല 2 കോട്ട് പുട്ടി, പ്രൈമർ, 2 കോട്ട് കളർ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.